ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ഒരു ഔട്ട് പോസ്റ്റ് ക്ലിയർ ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ ഔട്ട് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഫാസ്റ്റ് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അത് അവിടെ കുറേ ആൾക്കാർ കാണും, അവരെ എല്ലാം കൊന്നിട്ട് നമ്മൾ ആ ഒരു സ്ഥലം കീഴടക്കണം ഗൈസ്. അത് കീഴടക്കുന്നത് നമ്മൾ ഇന്നൊരു ആന ഉപയോഗിച്ചാണ് ഗൈസ്. അതെ, സീരിയസ് ആയിട്ട് നമ്മൾ ഇന്നൊരു ആന ഉപയോഗിച്ചാണ് നമ്മൾ ആ ഔട്ട് പോസ്റ്റ് ക്ലിയർ ആക്കുന്നത്. അപ്പോൾ ഗൈസ്, ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ഷെയർ ചെയ്താലും ലൈക്ക് ചെയ്താലും സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ഇടാനും, പിന്നെ ഗൈസ് നിങ്ങൾ ഇട്ട വീഡിയോസിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാനും, ഇങ്ങനത്തെ ഓരോരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മളെ കുറേ തൊലിഞ്ഞ പട്ടി അടിക്കാൻ വന്നിട്ടുണ്ട്, നമ്മളെ അവരെല്ലാം കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ തൊലിഞ്ഞമാർ വരുന്നുണ്ട് ഗൈസ്. ഇവന്മാരുടെ കത്തിയും കുന്തവും ഒക്കെ ഉണ്ട്. നമ്മളതായത് വെടിവെച്ച് കൊല്ലാനും ആളുണ്ട്, കത്തി വെച്ച് കൊല്ലാനും ആളുണ്ട് ഗൈസ്. അപ്പോൾ കത്തിയുള്ളവനെ നമ്മൾ കൊന്നിട്ടുണ്ട്. നമ്മളിപ്പം ഹീൽ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതേ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഓക്കെ ഗൈസ്, നമ്മളവനെ കൊന്നിട്ടുണ്ട്. ഇതേ അവൻ വീണിട്ട് വീണ്ടും സ്റ്റിയറിങ്ങെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴാണ് ഗൈസ് ഡോറ് തുറന്ന് വീണത് ഗൈസ്. എന്തായാലും കൊള്ളാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആനയെക്കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ കണ്ടു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് നമ്മൾ ആനയെ വെച്ച് യൂസ് ചെയ്തതെന്നും എങ്ങനെയാണ് ആനയെ വെച്ചിട്ട് നമ്മൾ ആ സ്ഥലം കീഴടക്കിയതും ഒക്കെ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്കിനി ഏകദേശം ഒരു 400 മീറ്ററൂടെ പോകാനുണ്ട് ഗൈസ്. നമ്മുടെ ഒരു അടുത്തിടെ വീണ്ടും ഒരു കർമ്മ ഹോസ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും ഒരു ഇവൻ്റ് തന്നെ. അവരെ രക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 50 XP കിട്ടും. പക്ഷേ ഗൈസ്, നമ്മൾ അവരെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഗൈസ്, നമ്മൾ അവരെ രക്ഷിക്കാതെ നേരെ നമ്മുടെ ഈവൻറ്റിലോട്ടാണ് ഗൈസ് പോകുന്നത്. ഗൈസ്, വഴി തെറ്റി ഇതല്ലായിരുന്നു നമ്മൾ ആ പറഞ്ഞു വരുന്ന ആ ഒരു ഇതിലേ നമ്മൾ നൈസായിട്ട് വഴിയൊന്നും തെറ്റിപ്പോയി ഗൈസ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച താഴെ കൂടെ പോകേണ്ടതായിരുന്നു, ഇതുവഴി അങ്ങോട്ട് പോവാം. മോനെ കറക്റ്റ് ലാൻഡിങ് ആയിരുന്നു, ഒരു സീനും ഇല്ല. നമ്മൾ വണ്ടി അടിച്ചത്ര റഫായിട്ടൊന്നുമല്ല ലാൻഡ് ചെയ്തത്, പക്ക ലാൻഡിങ് ആയിരുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ഔട്ട് പോസ്റ്റിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറേ അവന്മാരുണ്ട്, ഇവന്മാരെല്ലാം കൊന്ന് നമ്മൾ ഔട്ട് പോസ്റ്റ് ക്ലിയർ ചെയ്യണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്യാമറ യൂസ് ചെയ്യാം ഗൈസ്. നമ്മൾ ക്യാമറ യൂസ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരാളെ സ്കെച്ച് ചെയ്തു, ക്യാമറയ്ക്കകത്ത് എല്ലാവരെയും സൂം ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ അവനെ നോക്കി, അതായത് കുറച്ച് പൊങ്ങി നോക്കിയില്ലെങ്കിലും അവനെ നമ്മളെ കണ്ണിൽ കൂടെ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അവനെ ഇൻവിസിബിളായിട്ട് കാണാൻ പറ്റും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം നമ്മളിപ്പം ക്യാമറയിൽ സെറ്റ് ചെയ്ത് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ അവന്മാരെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇപ്പം ആ സൈഡ് ഇരിക്കുന്നത് കണ്ടോ, ഈ സൈഡ് ഇരിക്കുന്നവനെയൊക്കെ കണ്ടോ, നമുക്ക് കാണത്തില്ലെങ്കിലും ക്യാമറയ്ക്കകത്തൂടെ നമുക്ക് കാണത്തില്ലെങ്കിലും കണ്ടോ, അവിടെ നിൽക്കുന്നവരെ നമുക്ക് നല്ലപോലെ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഇൻവിസിബിൾ ഒരു ഷാഡോ പോലെ നമുക്കറിയാൻ പറ്റും. കണ്ടോ ഗൈസ്, താഴെ നിൽക്കുന്നവനെ ഒന്നും കാണത്തില്ല, പക്ഷേ ഇൻവിസിബിൾ ഒരു ഷാഡോ പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇവരെയൊന്നും കാണത്തില്ല. ഈ കല്ലിൻ്റെ അവിടെ നിൽക്കുന്നവരെ കണ്ടോ, കാണത്തേ ഇല്ല. പക്ഷേ എന്നാൽ അവരവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേഗം തന്നെ പിടിയിടും. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും അവരെ ആനയൊക്കെ ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമാണ് ഗൈസ്. സത്യം പറയാം, നമുക്ക് ആനയെ കൊല്ലാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവന്മാരെ എല്ലാം കൊല്ലണം. പക്ഷേ നിങ്ങൾ കണ്ടോ ഗൈസ്, ആനയെ വെച്ച് നമ്മളൊരു പരിപാടി ചെയ്യും. അതായത് നമ്മൾ നൈസായിട്ട് ഒരു തോട്ടി അങ്ങോട്ട് കയറ്റാൻ പോവാണ് ആനയ്ക്ക്. ഇപ്പോൾ ആന ചെയ്യുന്ന കളികളൊക്കെ നിങ്ങൾ കണ്ടോ. നമ്മൾ ഇന്നത്തെ ഒത്തിരി പണി എടുക്കേണ്ട വരത്തില്ല, എന്നാലും അത്യാവശ്യം പണി എടുക്കേണ്ട വരികയും ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുന്ന് തുടങ്ങി ലാസ്റ്റ് എനിക്കിട്ട് ഷോട്ട് കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. ഇത് എവിടുന്നൊന്ന് തുടങ്ങണമെന്നും ഒരു പിടിയില്ല ഗൈസ്, അതും ഒരു സത്യമാണ്. എവിടുന്ന് തുടങ്ങണമെന്നും അറിയത്തില്ല. ഇവിടെ എല്ലാം എനിമിയാണ് ഗൈസ്, ഇന്നും ഇഷ്ടംപോലെ എനിമിയുണ്ട് ഇവിടെ, ആനയുള്ളതുകൊണ്ട്. ഓക്കെ ഗൈസ്, ഒരുത്തനെ കൊന്നിട്ടുണ്ട്. രണ്ടാമതിനെ കിട്ടിയില്ല ഗൈസ്. ഓക്കെ, ആനയെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്.
അതായത് ഇനിയിപ്പം ആന നോക്കിക്കോളും കുറേ കാര്യങ്ങളൊക്കെ ഗൈസ്. ബാക്കി കുറച്ച് കാര്യങ്ങളോടുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ആന അത്യാവശ്യം സേവ് ചെയ്യുന്ന പരിപാടികൾ ചെയ്യണം. അതായത് ആന ഇവന്മാരെ കൊന്നു കളയും ഗൈസ്. ആനയെ കൊല്ലുന്നതിന് മുന്നേ നമുക്ക് ഹീൽ ചെയ്യാം, അല്ലെ നമ്മൾ ചത്തു. ഓക്കെ, നമ്മൾ ഇവന്മാരെ കുറച്ച് പേരൊക്കെ കൊന്നു കൊടുക്കണം ആനയ്ക്ക്. അതെല്ലാം ചെയ്തില്ലെങ്കിൽ അതിന് മുന്നേ ആന തീരും ഗൈസ്. ആന ഉറപ്പായിട്ടും തീരും. കാരണം ഇത്ര ആൾക്കാരുടെ നിന്ന് ഇത് ചെയ്യുമ്പം ഷോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആന എത്തുപോകും. അതിന് മുന്നേ നമുക്ക് ആന വണ്ടിയൊക്കെ ഇട്ട് ചെറിയുന്നു ഗൈസ്. ഒരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കാം എവിടെയാണ് എനിമീന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ ലാസ്റ്റ് എനിമി നമ്മുടെ ആന കൊന്നെന്ന് തോന്നുന്നു. ഇല്ലില്ല, അതുകൊണ്ട് അവിടെ ഒരുത്തനുണ്ടായിരുന്നു കേട്ടോ. അവനെ കാണത്തോലും ഇല്ല ഗൈസ്, അവൻ ചത്തിട്ടില്ല കേട്ടോ. ഈ മെയിൻ പ്രശ്നം ഈ ഗൺസിനൊന്നും സ്കോപ്പില്ല. ഈ ചെറിയൊരു കുന്തം വെച്ച് വേണം നമ്മൾ വെടിവെക്കാൻ. മീൻസ് നമ്മളിതൊരു കറങ്ങിയൊരു പോക്ക് പോവാം. ഓക്കെ, അവൻ വിചാരിച്ചില്ല ഞാൻ കറങ്ങി വരുമെന്ന് ഗൈസ്. നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഔട്ട് പോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇങ്ങനത്തെ ഗെയിമിംഗ് കണ്ടൻസിനോ കാര്യത്തിനോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് ഗുണകരമായിരിക്കും. പിന്നെ ഗൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.